നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് PSG നടക്കുന്നത്? അവർ ലീഗ് വണ്ണിൽ പൊട്ടി 3-1 റണ്ണേഴ്സിനോട് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ലെൻസിന് അവരുടെ അടുത്ത കളി ജയിച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത പോലും ഇപ്പോൾ തെളിഞ്ഞു കിടപ്പാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി. 3-1 റണ്ണേഴ്സിനോട് പൊട്ടിയിരിക്കുന്ന ആ കളിയിൽ ഒസ്മാൻ ഡെംബലെ ഒരു ഗോൾ അടിച്ചു. ഏതായാലും ഈ സീസണിൽ ലീഗ് വണ്ണിലെ 3ാമത്തെ തോൽവിയാണത്. ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള വാക്പോരുന്നവർ നേർക്ക് നേരല്ല മാധ്യമങ്ങളോട് പറഞ്ഞത് ഡെംബലെയും ലൂയിസ് എൻട്രിക്കയും പറഞ്ഞപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാവുകയാണ്. ഡെംബലെ തീർത്തും നിരാശനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഡെംബലെ പറഞ്ഞതിന് ഒരു വിലയും ഇല്ല, ഒരു കളിക്കാരനെയും ക്ലബിനേക്കാൾ മേലെ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ലൂയിസ് എൻട്രിക്കയും പറഞ്ഞു. ഇതെങ്ങോട്ടാണ് പോക്ക് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവും. എന്തായാലും ഒസ്മാൻ ഡെംബലെ PSG റണ്ണേഴ്സിനോട് തോറ്റതിനു ശേഷം പറഞ്ഞു, കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ക്ലബിന് ഈ ബാഡ്ജിന് പാരീസ് സെന്റ് ജർമ്മനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, മറ്റെന്തിനേക്കാളും കൂടുതൽ. അത് വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എസ്പെഷ്യലി ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ വളരെ മോശമായിട്ടൊരു സ്റ്റാർട്ടാണ് ഈ കളിയിൽ ടീമിന് കിട്ടിയത്. നമ്മൾ കുറച്ചുകൂടി ഡിസയർ കാണിക്കണം. എല്ലാറ്റിനും അപ്പുറം പാരീസ് സെന്റ് ജർമ്മനാണ് പ്രധാനം, ടീമിൻ്റെ വിജയമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കണം. എല്ലാ പ്ലെയേഴ്സും സ്വന്തമായിട്ട് അങ്ങ് കളിക്കുകയാണെങ്കിൽ, ടീം എന്ന നിലയിൽ കളിക്കുന്നില്ലെങ്കിൽ അത് വർക്കാവാൻ പോകുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കിരീടവും ഇങ്ങനെ പോയാൽ കിട്ടില്ല എന്ന് ഒസ്മാൻ ഡെംബലെ അദ്ദേഹത്തിൻ്റെ സങ്കടം, അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ തുറന്നു പറഞ്ഞു. എന്നാൽ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇതിനെതിരെ ലൂയിസ് എൻട്രിക്ക സംസാരിച്ചു. ലൂയിസ് എൻട്രിക്ക പറഞ്ഞത്, പ്ലെയേഴ്സിൻ്റെ കമൻറ്റൊന്നും ഒരു വാല്യൂ ഇല്ല. ഒരിക്കലും ഒരു പ്ലെയർ ക്ലബിന് മുകളിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. അത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ കളി തോറ്റു നിൽക്കുമ്പോൾ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് പറയുന്ന വാക്കുകൾക്ക് ഒരു പ്രാധാന്യം ആരും കൊടുക്കേണ്ടതില്ല. ടീമിൽ ആരെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാനാണ് അതിൻ്റെ ഉത്തരവാദി. പക്ഷേ ഒരാളും ക്ലബിന് മേലല്ല, ഒരു പ്ലെയറും ക്ലബിന് മുകളിലല്ല, ഞാനും ക്ലബിന് മുകളിലല്ല, സ്പോർട്ടിംഗ് ഡയറക്ടറും ക്ലബിന് മുകളിലല്ല, പ്രസിഡന്റും ക്ലബിന് മുകളിലല്ല. ഈ കമൻറ്റുകൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല. അത് മത്സരം തോറ്റ ഉടനെ മത്സരം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനിൽ വരുന്നതാണ്. അല്ലാതെ ഡെംബലെ പറയുന്നതൊന്നും ഒരു വിലയും ഇല്ല എന്ന് ലൂയിസ് എൻട്രിക്ക് പറഞ്ഞിരിക്കുന്നതോ ഒരു കോൾഡ് വാർ മണക്കുന്നുണ്ടോ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.